അവർക്ക് നമസ്കാരം. ഞാൻ ലീന റോയ് ഫ്രം എല്ലാ പൊട്ടിക്കൊമ്പിടിഞ്ഞാമക്കൽ. ഇന്ന് നമുക്ക് കുറച്ച് സാരികളുടെ കളക്ഷൻ കാണാട്ടോ. നല്ല രണ്ട് റേഞ്ചിൽ വരുന്ന സാരികളാണ്. രണ്ടും നമുക്ക് റഫ് ആയിട്ട് ഉപയോഗിക്കാൻ, റഫ് യൂസിന് പറ്റുന്ന സാരികളാണ്. നമുക്ക് ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം. എന്ന സാരി ഇത് നല്ല ക്രേപ്പ് സിൽക്കിൽ വരുന്ന സാരിയാണ്. ക്രേപ്പ് സിൽക്ക് എന്നോ ടർക്കിഷ് സിൽക്ക് എന്നോ ഒക്കെ പറയാം. നല്ല സുഖമാണ് ഇത് ഉടുക്കാനായിട്ട്. നമുക്ക് തന്നെ ഹാൻഡ് വാഷ് ചെയ്യാൻ പറ്റുന്ന സാരി, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരി. അപ്പൊ സാരി മൊത്തം ഇതുപോലെ പ്ലെയിൻ ആണ് സാരി വരുന്നത്. നല്ലൊരു വയലറ്റ് കളർ, എന്തൊരു ഭംഗിയുള്ള ഒരു ഷെയ്ഡാ. നല്ല ഭംഗി ഇത് വിടർത്തിയപ്പോ നല്ലൊരു ഡാർക്ക് വയലറ്റ് ഷെയ്ഡ്. ഇതിന്റെ പല്ലുവാണ് ഇതുപോലെ ബാന്തിനി പ്രിന്റുകളാണ് ഇതിൽ വന്നിരിക്കുന്നത്, കണ്ടോ. ഇനി ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇതുപോലെ തന്നെ വയലറ്റ് ഷെയ്ഡില് ഇങ്ങനെ ചെറിയ ചെറിയ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ ആ ബ്ലൗസ്, പ്രിന്റഡ് ബ്ലൗസ് ഇട്ട് ഉടുത്ത് കഴിയുമ്പോഴാണ് ഇതിന്റെ ഭംഗി മനസ്സിലാവുക. ഞാൻ അതിന്റെ ഒരു പടം കാണിച്ചു തരാം, കണ്ടോ. ഇപ്പൊ ഈ പടത്തില് ഇതുപോലെ ഇതിന്റെ വേറെ ഒരു സഫയർ ബ്ലൂ ഷെയ്ഡില് ഉള്ള ഒരു സാരി ഉടുത്ത് നിൽക്കുന്ന ഒരു പെണ്ണിന്റെ പടാണിത്. ഇതുപോലെ ഫുൾ ബോഡി പ്ലെയിൻ ആണ്, പല്ലു മാത്രമാണ് ഡിസൈൻ വിത്ത് പ്രിന്റഡ് ബ്ലൗസ്. ഇതുപോലെ തന്നെയായിരിക്കും ഈ സാരി ഉടുത്ത് കഴിയുമ്പോൾ. നല്ല ഭംഗിയാണ്, ഡാർക്ക് കളറാണ്, നല്ല വയലറ്റ് കളറ് സാരിയാണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 610. വന്നിരിക്കുന്നത് നല്ലൊരു ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ കളറാണ്. ഇതൊക്കെ നല്ല ഭംഗിയുള്ള ഡാർക്ക് കളറുകളാണ് വന്നിരിക്കുന്നത്. ഇതിന്റെയും പല്ലു വരുന്നത് ഇതുപോലെ ഫുൾ ആയിട്ട് ബാന്തിനി ഡിസൈൻ ആണ്. ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിൽ ഇതുപോലെ ചെറിയ ചെറിയ പ്രിന്റുകൾ. അപ്പൊ ഇതിന്റെയും ഔട്ട്ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. ഇതൊക്കെ നമ്മൾ ഈ ബ്ലൗസും കൂടി തയ്ച്ചിട്ട് കഴിയുമ്പോഴാണ് ഇതിന്റെ ഭംഗി മനസ്സിലാവുള്ളൂ. നല്ല നല്ല സാരികളാണ്, നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് കാലത്ത് മുതൽ വൈകുന്നേരം വരെ ഉടുത്തുകൊണ്ട് നിൽക്കാൻ പറ്റുന്ന, ജോലിക്കാർക്കായാലും ഉടുക്കാൻ പറ്റുന്ന സാരികളാണ്. നമുക്ക് തന്നെ ഹാൻഡ് വാഷ് ചെയ്യാം, ഒരു കംപ്ലൈന്റും ഇല്ല. ഇതിന്റെ റേറ്റ് വരുന്നത് 610. ഇവിടെ വന്നിരിക്കുന്നത് നല്ലൊരു ഡാർക്ക് മെറൂൺ കളറ്, ബോഡി മുഴുവൻ അങ്ങനെ പ്ലെയിൻ ആണ്. ഇതിന്റെ പല്ലു വരുന്നത് ഇതുപോലെ ബാന്തിനി ഡിസൈൻ ആണ് പല്ലുവിൽ വരുന്നത്. ബ്ലൗസ് പീസ് വരുന്നത് ഇതുപോലെ ഡാർക്ക് മെറൂൺ ഷെയ്ഡിൽ ഇങ്ങനെ ചെറിയ ചെറിയ പ്രിന്റ്. അപ്പൊ ഇപ്പൊ ഞാൻ 3 സാരി വിടർത്തി കാണിച്ചില്ലേ, ഇതുപോലെ തന്നെയാണ് ഇനിയുള്ള കളേഴ്സും. അപ്പൊ എല്ലാ കളറും ഞാൻ വിടർത്തുന്നില്ല, അടുത്തത് ഞാൻ കാണിക്കാം. അടുത്തത് നല്ലൊരു മിഡ് നൈറ്റ് ബ്ലൂ ആണത്. നേവി ബ്ലൂ അല്ല, അല്ലെങ്കിൽ ഉജാല ബ്ലൂ അല്ല. ഇതിന്റെ ഒരു മിഡ് നൈറ്റ് ബ്ലൂ ആണ് ഇതിന്റെ ഷെയ്ഡ് വരുന്നത്. ഇതിന്റെ പല്ലു, ബ്ലൗസ് പീസ് വരുന്നത് ഇതുപോലെ, പല്ലു ഇങ്ങനെ ബാന്തിനി ഡിസൈൻ. ഇനി എല്ലാം സെയിം തന്നെ, ഈ സാരിയുടെ പോലെ തന്നെയാണ്, കളർ മാത്രമാണ് വ്യത്യാസമുള്ളൂ. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു കോഫി ബ്രൗൺ ഷെയ്ഡ്, കണ്ടോ. ബോഡി ഫുൾ ആയിട്ട് ഇതുപോലെ പ്ലെയിൻ ആണ്, പല്ലുവും ബ്ലൗസും മാത്രമാണ് പ്രിന്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇനി അടുത്ത ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ലൊരു ഡാർക്ക് സഫയർ ബ്ലൂ, അതല്ലെങ്കിൽ പീകോക്ക് ബ്ലൂവിന്റെ കുറച്ച് ലൈറ്റ് ഷെയ്ഡ്. നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ്. ഇതും ബോഡി എല്ലാം പ്ലെയിൻ ആണ്, ബ്ലൗസ് പീസും പല്ലു മാത്രമാണ് ഇങ്ങനെ പ്രിന്റഡ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇനി ഇതിന്റെ അടുത്തൊരു ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ലൊരു ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡ്, കണ്ടോ. ബോഡി മുഴുവൻ ഇതുപോലെ പ്ലെയിൻ ആണ്, ബ്ലാക്ക്. ഇതിന്റെ പല്ലും ബ്ലൗസ് പീസും മാത്രമാണ് ഇങ്ങനെ പ്രിന്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഇത്രയും സാരികൾ ആണ് 610 രൂപ റേഞ്ചിൽ വന്നിരിക്കുന്ന സാരികള്. നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന സാരിയാണ്. ജോലിക്കാർക്ക് പോലും കാലത്ത് മുതൽ വൈകിട്ട് വരെ ഉപയോഗിക്കാൻ പറ്റുന്ന സാരികളാണ്. ഇത് സാരി വന്നിരിക്കുന്നത് ഇത് നല്ലൊരു സാറ്റിൻ സിൽക്കിൽ വന്നിരിക്കുന്ന ഒരു സാരിയാണ്. നല്ല ഫ്ലോയി ആയിട്ടുള്ള ഒരു സാരിയാണ്. നമ്മൾ ഈ മൊഡാലൊക്കെ കൊടുക്കുമ്പോൾ ഒരു കൂളിംഗ് എഫക്ട് എന്ന് പറയില്ലേ, അതുപോലെ ഉള്ള ഒരു കൂളിംഗ് ആണ് ഈ സാരി കൊടുക്കുമ്പോൾ. അതുകൊണ്ടാണ് ഇതിനെ സാറ്റിൻ സിൽക്ക് എന്ന് പറയുന്നത്. ഈ സാരി കൊടുക്കുമ്പോൾ നല്ല ഫ്ലോയി ആയിട്ട് കിടക്കുകയും ചെയ്യും. വണ്ണൊക്കെ ഉള്ളവർക്ക് പറ്റിയ സാരിയാണ്. എന്നാൽ ഇത് ട്രാൻസ്പെറന്റ് അല്ല. ഇപ്പൊ 1 ലെയർ ഇടാണെന്നുണ്ടെങ്കിൽ തന്നെ കണ്ട, ഇത് ട്രാൻസ്പെറന്റ് അല്ല, ഒട്ടും ട്രാൻസ്പെറന്റ് അല്ലാത്തൊരു സാരിയാണ്. നമുക്ക് ഡെയിലി യൂസിന് പറ്റുന്ന സാരി. ഇതിന്റെ ഷെയ്ഡ് വരുന്നത് ഒരു സിൽവർ ഗ്രേ ടു ബ്ലാക്ക് ആണ്. അപ്പോ ഈ മുകളില് ഹാഫ് ആൻഡ് ഹാഫ് ആണ് ഇതിന്റെ ഒരു മുക്കാൽ ഭാഗവും. ഇതുപോലെ മുകൾ ഭാഗത്തേക്ക് വന്നിട്ട് താഴ്ഭാഗത്തേക്ക് വരുമ്പോ ഇത് ഇങ്ങനത്തെ ഒരു ഡിസൈൻ ആണ്. ഇതൊരു കട്ടകട്ടയൊക്കെ പോലെ ഇങ്ങനെ നീളം കൂടിയതും കുറഞ്ഞതും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു കട്ടകൾ, സൈസ് ഡിഫറൻസ് ആയിട്ടുള്ള ഒരു കട്ടകള്. ഇതിപ്പോ നമ്മൾ പ്ലീറ്റ് ഒക്കെ എടുക്കുന്ന ഭാഗത്തേക്ക് വരെ ഇങ്ങനെയാണ്. ഇനി മുകളിലേക്ക് പോകുമ്പോ അതായത് ഇതിന്റെ പല്ലുവാണ് ഇങ്ങനെ വരുന്നത്, കണ്ടോ. ഇതുപോലെ ഒരു വലിയ ഡിസൈൻ ഈ പല്ലുവിലാണ് വരുന്നത്. പിന്നെ ഈ മുകളിലേക്ക് വരുന്ന ഭാഗത്തും ഇതുപോലെ ഒരെണ്ണുണ്ട്. ബാക്കി എല്ലാ ഭാഗത്തും ഇത്രയ്ക്കാണ് വരികയുള്ളൂ. ഇതുപോലെ ഹാഫ് ആൻഡ് ഹാഫ് ആയിട്ടാണ് വരിക. പിന്നെ ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് പ്ലെയിൻ ബ്ലൗസ് പീസാ, കണ്ടോ. ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡിലുള്ള പ്യൂർ വിത്തൗട്ട് എനി ഡിസൈൻ ആയിട്ടുള്ള ഒരു പ്ലെയിൻ കളർ ബ്ലൗസ് പീസ്. അപ്പൊ ഇതും അതെ, നമ്മൾക്ക് ഇപ്പൊ നമ്മൾ മിക്കവർക്കും ഒരു കറുത്ത ബ്ലൗസ് ഒക്കെ കയ്യിലുണ്ടാവും. അപ്പൊ പിന്നെ ഈ ബ്ലൗസ് തയ്ക്കേണ്ട കാര്യമേ ഇല്ല.
ഒരു കറുത്ത ബ്ലൗസ് ഇട്ട് ഉടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇതിന്റെ വ്യൂ വരെ ഇങ്ങനെയാണ്. ഇതൊക്കെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സാരിയാണ്, ഉടുക്കാൻ നല്ല സുഖമുള്ള സാരികളാണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 760. ഇനി നമുക്ക് ഇതിന്റെ 2-3 ഷെയ്ഡ് ഉണ്ട്, അത് കാണാം. വന്നിരിക്കുന്നത് നോക്ക്, എന്തൊരു ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് ഇത്. ബീജ് കളറും എന്നാൽ അതിന്റെ കൂടെ ഒരു റോസ് ഗോൾഡിന്റെ ഒരു ടിന്റ് കൂടി കയറ് വരുന്ന ഒരു സാരിയാണ്. കണ്ട, ഇതുപോലെ നമ്മൾ പ്ലീറ്റ് ഒക്കെ എടുക്കുന്ന ഭാഗത്തേക്ക് ഇങ്ങനെ വരും, ഹാഫ് ആൻഡ് ഹാഫ് ആയിട്ട് വരും. ഈ പല്ലുവിന്റെ ഭാഗത്തേക്ക് വരുമ്പോഴാണ് ഇതാ ഇതുപോലെ വരിക. കണ്ട, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്? നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ്. ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇതാ പ്ലെയിൻ ബ്ലൗസ് പീസ് അല്ല, ഇതിൽ ചെറുതായിട്ട് ഒരു നെഗറ്റീവ് പ്രിന്റ് പോലെ, അങ്ങനെ തെളിഞ്ഞു കാണുന്ന ഒരു പ്രിന്റ് അല്ല. കണ്ട, ചെറുതായിട്ട് ഒരു ബ്ലാക്ക് കളറിലൊരു ഡിസൈനും കൂടി വരുന്ന നെഗറ്റീവ് പ്രിന്റോട് കൂടിയ ഒരു ബ്ലൗസ് പീസ് ആണ്. അപ്പൊ ഇതിപ്പോ ഈ ബ്ലൗസ് തയ്ക്കണമെന്നില്ല, നമ്മളുടെ കയ്യിലൊക്കെ ഉണ്ടാവും ഒരു മെറൂൺ കളർ ബ്ലൗസ്. ഈ ഒരു മെറൂൺ കളർ ബ്ലൗസ് ഇട്ടിട്ട് ഇത് ഉടുക്കാൻ പറ്റുന്ന ഒരു സാരിയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാണ്. ഇത് പല്ലുവിന്റെ ഭാഗത്തേക്ക് വരുമ്പോഴാണ് ഇങ്ങനെ, ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഇതുപോലെയാണ്, ഹാഫ് ആൻഡ് ഹാഫ്. നല്ല സാറ്റിൻ സിൽക്കിൽ വന്നിരിക്കുന്ന സാരി ഉടുക്കാനായിട്ട് വളരെ കംഫർട്ടബിൾ ആണ്. നമുക്ക് തന്നെ ഹാൻഡ് വാഷ് ഒക്കെ ചെയ്യാം, ജോലിക്കാർക്കും ഉപയോഗിക്കാൻ പറ്റും. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 760. ഇനി ഇതില് ഒരു ഷെയ്ഡ് കൂടി ഉണ്ട്. ഇത് നോക്ക്, എന്തൊരു ഭംഗിയുള്ള ഒരു ഷെയ്ഡാ ഇത്. ഇതും അത് സാറ്റിൻ സിൽക്കിൽ തന്നെ വന്നിരിക്കുന്ന സാരിയാണ്. നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെ കാണിച്ച സാരികളുടെ ഒരു കളർ ചേഞ്ച് ആണ്. അപ്പൊ നമ്മള് ഈ ഉടുക്കുന്ന ഭാഗത്ത്, പ്ലീറ്റ് എടുക്കുന്ന ഭാഗത്തൊക്കെ ഇങ്ങനെ ഹാഫ് ആൻഡ് ഹാഫ് ആണ്. സ്കൈ ബ്ലൂ ടു നേവി ബ്ലൂ ആണ് ഇതിന്റെ കോമ്പിനേഷൻ വന്നിരിക്കുന്നത്. ഇതിന്റെ പല്ല് വരുന്നിടത്ത് ഇതാ ഇതുപോലെയാണ് ഇതിന്റെ പല്ലുവിന്റെ ഡിസൈൻ. പിന്നെ ഇതിന്റെ ബ്ലൗസ് പീസ് എന്ന് പറയുന്നത് ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡില് അതില് ഒരു നെഗറ്റീവ് പ്രിന്റ് ഉണ്ട്. അത് എടുത്തറിയുന്ന പ്രിന്റേ അല്ല. കണ്ട, ഇതിലൊരു പ്രിന്റ് ഉണ്ട്, ബ്ലാക്ക് കളറിൽ ഇങ്ങനെ ഒരു പ്രിന്റ് പോകുന്നുണ്ട്. പക്ഷെ അത് അങ്ങനെ തെളിഞ്ഞൊരു പ്രിന്റ് അല്ല, ഒരു നെഗറ്റീവ് പ്രിന്റ്സ് ആണ് അതിൽ വന്നിരിക്കുന്നത്. ഇതാ ഇതുപോലെയാണ്. നല്ല ഭംഗിയുള്ള സാരിയാണ്, ഉടുക്കാൻ വളരെ കംഫർട്ടബിൾ ആണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നതും 760. സാരി വന്നിരിക്കുന്നത് നല്ല, ഇതും സാറ്റിൻ സിൽക്കിൽ തന്നെ വന്നിരിക്കുന്ന സാരിയാണ്. ആദ്യം 2 ടൈപ്പ് സാരി ഡിസൈൻ ഈ സാറ്റിൻ സിൽക്കിൽ കാണിക്കുന്നുണ്ട്. അപ്പം ഇത് രണ്ടാമത്തെ ടൈപ്പ് ഡിസൈൻ ആണ്. ഇതും സാറ്റിൻ സിൽക്കിൽ വന്നിരിക്കുന്ന സാരി. ഇതിലത്തെ കണ്ടോ, ഇപ്പോഴത്തെ ഈ കോഡ് സെറ്റിന്റെ ഒക്കെ ഒരു ഡിസൈൻ പോലെയാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇതിലും ഇങ്ങനെ ഒരു വലിയൊരു ഫ്ലവർ ഇല അങ്ങനെയാണ് ഇതിന്റെ ഡിസൈൻ പോയിരിക്കുന്നത്. ഇതിന്റെ പല്ല് വരുന്നത് ഇതാ പല്ലുവിൽ ഇങ്ങനെയാണ്, കണ്ടോ. പിന്നെ ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇതേ ഈ പീച്ച് കളറിൽ ബോഡിയിലത്തെ അതേ ഡിസൈൻ തന്നെയുള്ള ഒരു ബ്ലൗസ് പീസ് ആണ് വന്നേക്കണേ. അപ്പൊ ഇതും നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് തന്നെ ഹാൻഡ് വാഷ് ചെയ്യാം. ഇത് ട്രാൻസ്പെറന്റ് അല്ല, 1 ലെയർ ഇടേണ്ടവർക്ക് ഇത് ട്രാൻസ്പെറന്റ് അല്ല. ഉടുക്കാൻ വളരെ സുഖമാണ്. ഇത് നമ്മൾക്ക് ഈ മൊഡാലിന്റെ ഒക്കെ പോലെയുള്ള ഒരു കൂളിംഗ് ഇഫക്റ്റ് ഉള്ള ഒരു സാരിയാണ്. കാലത്ത് മുതൽ വൈകിട്ട് വരെ ജോലിക്കാർക്ക് പോലും ഇത് പിൻ ചെയ്തൊക്കെ വെച്ച് പോകുമ്പോൾ നമുക്ക് ജോലിക്കാർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാരിയാണ്. ഇത് നല്ലൊരു പീച്ച് ഷെയ്ഡാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. പീച്ച് ടു നേവി ബ്ലൂ ഉണ്ട്. ഇത് കണ്ടോ, അപ്പൊ ക്ലോസ് വ്യൂ വരുമ്പോ നേവി ബ്ലൂവും ഉണ്ട്, ഗ്രേ ഷെയ്ഡും ഉണ്ട്. അങ്ങനെ 2 ഷെയ്ഡാണ് ഇതിൽ മിക്സ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നതും 760. ഇനി ഇതിന്റെ ഒരു 4 കളർ വേറെ ഉണ്ട്, നമുക്ക് കാണാം. ഷെയ്ഡ് വരുന്നത് ഒരു സിൽവർ ഗ്രേ ടു ഡാർക്ക് ചില്ലി റെഡ്. എന്നാ അത് ഇങ്ങനെ ഇടിച്ചു കുത്തി നിൽക്കുന്ന ഒരു റെഡ് അല്ല കേട്ടോ. കണ്ടോ, പെട്ടെന്ന് നമുക്കത് മെറൂൺ ആണോ എന്ന് തോന്നും, അങ്ങനത്തെ ഒരു റെഡ് ആണ്. ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത്. ഇതിന്റെ പല്ല് വരുന്നത് ഇതാ ഇങ്ങനെ, ബ്ലൗസ് പീസ് വരുന്നത് ഇതുപോലെ ബോഡിയുടെ പോലെ തന്നെ നെഗറ്റീവ് പ്രിന്റ് ആയിട്ടുള്ള ബ്ലൗസ് പീസ്. അപ്പൊ ഇതിന്റെ വ്യൂ വരുന്നത് ഇതുപോലെയാണ്. ഷെയ്ഡ് വരുന്നത് ഇതൊരു സഫയർ ഗ്രീനും സഫയർ ബ്ലൂവും കൂടി മിക്സ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു കളറാണ്. നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡ്. വിത്ത് ഇതിന്റെ കോമ്പിനേഷൻ വരുന്നത് വാടാർമല്ലി ആൻഡ് ബ്ലാക്ക് ആണ്. കണ്ടോ, ബ്ലാക്ക് അല്ല, കോഫി ബ്രൗൺ ആണ്. അപ്പോ അങ്ങനെ 2 ഷെയ്ഡാണ്. ഈ വലിയ ഫ്ലവർ ഒക്കെ വന്നിരിക്കുന്നത് വാടാർമല്ലിയാണ്. ഈ ലീഫിലാണ് ഒരു കാപ്പിപ്പൊടി കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത്. അപ്പോ ഇതും അത് ഈ കോഡ് സെറ്റിന്റെ ഒക്കെ പോലെ ഇപ്പോഴത്തെ ഒരു വലിയ ഫ്ലവറിന്റെ ഒരു ഡിസൈൻ ആണ് വന്നേക്കണേ. ഇതിന്റെ പല്ല് വരുന്നത് ഇതാ ഇതുപോലെയാണ്. ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇതുപോലെ ബോഡിയുടെ പോലെ തന്നെ സഫയർ ഗ്രീനും സഫയർ ബ്ലൂവും കൂടി മിക്സ് ചെയ്ത കളറിൽ ഒരു നെഗറ്റീവ് പ്രിന്റ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ലുക്ക് വരുന്നത് ഇതുപോലെയാണ്. ഇതൊക്കെ നമ്മൾ ആ ബ്ലൗസ് ഒക്കെ തയ്ച്ച് ഉടുത്ത് കഴിയുമ്പോഴാണ് നമുക്ക് അതിന്റെ ഭംഗി മനസ്സിലാവുക. ഇത് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സാരിയാണ്. ഇതിന്റെ റേറ്റ് വരുന്നതും 760. ഇത് നോക്ക്, ഇത് ഒരു പയറുപൂവിന്റെ കളറാണ്. നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡ്, അല്ലെങ്കിൽ ഉള്ളിത്തൊണ്ടിന്റെ ഒക്കെ ഒരു ഷെയ്ഡ്.
പയറുപൂവിന്റെ ഷെയ്ഡ് നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ്. ഇതിന്റെ കോമ്പിനേഷൻ വരുന്നത് പീക്കോ ഗ്രീൻ ആണ്. ഫ്ലവർ ഒക്കെ പീക്കോ ഗ്രീൻ. പിന്നെ ഇതിന്റെ ലീഫിൽ വരുന്നത് ഒരു നേവി ബ്ലൂ ആണ് ലീഫിൽ വരുന്നത്. അപ്പൊ വൈറ്റും ഉണ്ട്, നേവി ബ്ലൂ ഉണ്ട്, അതുപോലെ പീക്കോ ഗ്രീനും ആണ് ഇതിൽ വന്നിരിക്കുന്ന കളറുകള് വിത്ത് ഈ പയറുപൂവിന്റെ ഷെയ്ഡ്. അപ്പൊ ഇത് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സാരിയാണ്. ഇതുപോലെ ഈ ബോഡിയിൽ വന്നിരിക്കുന്ന അതേ പ്രിന്റ് തന്നെയാണ് ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത്. പല്ല് വരുന്നത് ഇതുപോലെ, ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെ. അപ്പോ ഇതിന്റെ വ്യൂ വരുന്നത് ഇതുപോലെയാണ്. ഇതും നമുക്ക് 760 രൂപ തന്നെയാണ് ഇതിന്റെ റേറ്റ് വരുന്നത്. ഇപ്പൊ ഞാൻ ഈ കാണിച്ച സാരികളെല്ലാം സാറ്റിൻ സിൽക്ക് സാരികളാണ്. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സാരിയാണ്. നല്ല സുഖമാണ് ഇത് ഉടുക്കാനായിട്ട്. നമുക്ക് തന്നെ ഹാൻഡ് വാഷ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന സാരികളാണ്. അപ്പൊ ഇന്ന് ഈ കാണിച്ച സാരികളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. പോസ്റ്റ് വഴിയോ കൊറിയർ വഴിയോ അയച്ചു തരുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇപ്പൊ കുറെ പേരൊക്കെ വീഡിയോസ് കാണുന്നുണ്ട് എങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല കേട്ടോ. നിങ്ങൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും എല്ലാം ഒന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.